നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യനും ചാണക്യനുമാണ് അന്തരിച്ച ശ്രീ കെ കരുണാകരൻ. അദ്ദേഹത്തിൻ്റെ മകൻ കെ മുരളീധരനും അതിൽ നിന്നും ഒട്ടും വിഭിന്നനല്ല. പലതരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ, ചാണക്യ സൂത്രങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്. പലതരത്തിൽ DAC രൂപീകരണം മുതൽ കോൺഗ്രസിനെ പിളർത്തി രണ്ടാക്കി മാറ്റി ഒടുവിൽ NCP രൂപീകരിച്ച LDFിൽ ചേക്കേറാനൊരുങ്ങിയ കെ മുരളീധരനെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ പൊടുന്നനെ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ജമാഅത്ത് ഇസ്ലാമി ബന്ധം അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതായത് 2016 വട്ടിയൂർക്കാവിൽ തനിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായം ലഭിച്ചുവെന്നും കുമ്മനം രാജശേഖരൻ വിജയിക്കാതിരിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി തന്നെ സഹായിച്ചത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. മാത്രമല്ല, വെൽഫെയർ പാർട്ടി കഴിഞ്ഞ കുറേ കാലങ്ങളായി UDFിനൊപ്പം സഹായിക്കുകയും UDFിന് വോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നും കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നു. ഇതിൻ്റെ ഒരു രാഷ്ട്രീയമാണ് നമ്മൾ നോക്കുന്നത്. അതായത് പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷം, പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചതിന് ശേഷം SDPI ബന്ധം മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ വോട്ട് വാങ്ങിയാണ് UDF വിജയിച്ചത് എന്ന് ഇവിടുത്തെ ഇടതുപക്ഷം അന്നു മുതൽ തന്നെ ശക്തമായ വിമർശനങ്ങൾ ഈ രീതിയിൽ ഉന്നയിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ ഇപ്പോൾ ശക്തമായി എതിർക്കുകയാണ് LDF. അതിൽ ഏറ്റവും പ്രധാനിയായി മുന്നിലുള്ളത് A വിജയരാഘവനെ പോലെയുള്ള മുതിർന്ന നേതാക്കളാണ്. MV ഗോവിന്ദനടക്കമുള്ള ആളുകൾ അതിന് പിന്തുണയുമായി മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അതായത് തീവ്ര മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടുകൾ കോൺഗ്രസ് വാങ്ങുന്നു, അതോടൊപ്പം UDF ഒരു ഘടകകക്ഷിയെ പോലെ SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയെയും പരിഗണിക്കുന്നു എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ വിമർശനം. ആ വിമർശനങ്ങളെ അല്ലെങ്കിൽ അത്തരം വിമർശനങ്ങളെ ഇപ്പോൾ പിന്തുണക്കുകയാണ് ഇപ്പോൾ കെ മുരളീധരൻ്റെ ഈ ഒരു തുറന്നു പറച്ചിലൂടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ തന്നെ മുഖ്യമന്ത്രി കുപ്പായമണിയാൻ നിരവധി ആളുകൾ കേരളത്തിലെ കോൺഗ്രസിൽ, അതായത് രമേശ് ചെന്നിത്തല, ശശി തരൂർ, VD സതീശൻ അടക്കമുള്ള, K സുധാകരൻ അടക്കമുള്ള ആളുകൾ കുപ്പായം തുന്നി നടക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയും NSSൻ്റെയും SNDPയുടെയും പിന്തുണ തനിക്കാണ് എന്ന് വരുത്തി തീർക്കാൻ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെതായ വാർത്തകൾ സൃഷ്ടിക്കുകയും ആ വാർത്തകളിലൂടെ തനിക്ക് ഭൂരിപക്ഷ സമുദായങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കെ മുരളീധരൻ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നത്. ഒപ്പം ഇടതുപക്ഷത്തിൻ്റെ വിമർശനങ്ങൾ പിന്തുണയ്ക്കുകയും അതോടൊപ്പം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരിക്കുകയാണ് കെ മുരളീധരൻ. നമുക്കറിയാം, വടകരയിൽ അദ്ദേഹം ആദ്യമായി മത്സരിക്കാൻ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥി, അതായത് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ എത്തിയത് P ജയരാജനായിരുന്നു. അന്ന് തന്നെ P ജയരാജൻ കൃത്യമായി പറഞ്ഞു വെച്ചതാണ് ജമാഅത്തെ ഇസ്ലാമി തനിക്കെതിരെ ഒരു അജണ്ട സെറ്റ് ചെയ്ത് വടകരയിൽ പ്രവർത്തിച്ചു എന്ന്. അത് തെരഞ്ഞെടുപ്പിന് ശേഷവും വോട്ടെണ്ണിക്കഴിഞ്ഞ ശേഷവും അദ്ദേഹം ഈ നിമിഷം വരെ ആ ഒരു ആരോപണം ഇപ്പോഴും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ചില വസ്തുതകൾ ഉള്ളതുമാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകളെ വാക്കിലെങ്കിലും എതിർക്കുന്ന ഒരു നേതാവാണ് P ജയരാജൻ. അതുകൊണ്ട് തന്നെ P ജയരാജൻ വിജയിക്കരുത് എന്ന് വടകരയിലെ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചതായി അന്ന് തന്നെ ചില സൂചനകൾ ഉണ്ടായിരുന്നു. അവിടെയും കെ മുരളീധരന് ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായം ലഭിച്ചു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ആ ഒരു യാഥാർത്ഥ്യമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ കെ മുരളീധരൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത്. എന്തായാലും ഈ പ്രസ്താവനയോടുകൂടി പാലക്കാട്ടെ SDPI പിന്തുണ സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൽ ഇപ്പോഴും തുടരുന്ന, പ്രത്യേകിച്ച് UDFിൽ ഇപ്പോഴും തുടരുന്ന അലയൊലികൾ അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന രീതിയിലാണ് കെ മുരളീധരൻ്റെ ഈ വാക്കുകളും വരുന്നത്. തീവ്ര ഇസ്ലാമിക സംഘടനകൾക്ക് കീഴ്പ്പെടുന്ന രീതിയിൽ കോൺഗ്രസ് മുന്നോട്ട് പോകുകയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതോടൊപ്പം LDF ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന കോൺഗ്രസിലെ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ പിന്തുണ, തീവ്രവാദ സ്വഭാവം, ആ രീതിയിൽ അവർ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ കെ മുരളീധരൻ പിന്തുണയ്ക്കുമ്പോൾ ഒരു വശത്ത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയും മറുവശത്ത് കെ മുരളീധരൻ ഉന്നം വയ്ക്കുന്നത് ചില നേതാക്കളെയാണ് എന്നത് യാഥാർത്ഥ്യമാണ്. മുഖ്യമന്ത്രി കുപ്പായം തുന്നി മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിപ്പെടാൻ ഇപ്പോൾ സ്വപ്നം കണ്ട് നടക്കുന്ന ചില നേതാക്കൾക്ക് ഈ ഒരു വെളിപ്പെടുത്തൽ എന്തായാലും ഇരുട്ടടിയാണ്. ഒരു വർഷത്തിനകം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കും. അതിനു മുമ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുണ്ട്. ഈ വട്ടിയൂർക്കാവിൽ മാത്രം എന്തുകൊണ്ട് ഈ ഒരു പിന്തുണ ഇപ്പോൾ കെ മുരളീധരൻ എടുത്തു പറയുന്നു എന്നതും ശ്രദ്ധേയമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വട്ടിയൂർക്കാവിൽ ഭൂരിപക്ഷ സമുദായത്തിന് കൃത്യമായ വേരോട്ടമുള്ള മണ്ഡലമാണ്. BJP പലപ്പോഴും 2ാം സ്ഥാനത്തെത്തുന്ന മണ്ഡലമാണ്. അവിടെ നായർ സമുദായത്തിനും ഈഴവ സമുദായത്തിനും ഒരുപോലെ വലിയ ശക്തിയുണ്ട്. അവർ വളരെയേറെ ശക്തിയോടെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന
ഒരു മണ്ഡലവുമാണ്. ആ മണ്ഡലത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് കൊണ്ട് മാത്രം താൻ ജയിച്ചു എന്ന് പറയുമ്പോൾ കെ മുരളീധരൻ ഉന്നം വെക്കുന്നത് നേരത്തെ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച NSSന്റെയും SNDPയുടെയും പിന്തുണ അത് അത്രത്തോളം ചെന്നിത്തലയ്ക്ക് പോകണ്ട എന്നതിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത്? എന്താണ് കെ മുരളീധരന്റെ ഒരു ദുരുദ്ദേശം ഈ ഒരു വെളിപ്പെടുത്തലിലൂടെ വരുന്നത് എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ VD സതീശനോ കെ സുധാകരനോ മറ്റ് നേതാക്കളോ തന്നെ കൃത്യമായി പ്രതികരിച്ച് കണ്ടിട്ടില്ല. എന്തായാലും ഇത് ഇടതുപക്ഷം ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ തന്നെയാണ് സാധ്യത. കാരണം അവർ ഒരു അജണ്ട സെറ്റ് ചെയ്തിരിക്കുന്നു വരുന്ന തെരഞ്ഞെടുപ്പിൽ. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ജമാഅത്ത് ഇസ്ലാമിക രാഷ്ട്രം രൂപീകരിക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അത്തരം സംഘടനകളെ വളർത്തിയെടുക്കുന്നതിൽ UDFന് പങ്കുണ്ട് എന്ന ഒരു അജണ്ട സെറ്റ് ചെയ്താണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ തുറന്നു പറച്ചിൽ, കെ മുരളീധരന്റെ ഈ തുറന്നു പറച്ചിൽ അവർ കൃത്യമായും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തന്നെയാണ് സാധ്യത.